നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ചെമ്മീൻ ഉലർത്താണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ടെസ്റ്റഡ് ആൻഡ് ടേസ്റ്റഡ് ചാനൽ. ആദ്യം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുടംപുളി ഒന്ന് കുതിരാനിടാം. തേങ്ങ വറുത്തെടുക്കേണ്ടതുണ്ട്. അതിനായി കടായി ചൂടാക്കി ഒരു ചെറിയ കപ്പ് തേങ്ങ വറുത്തെടുക്കണം. ബ്രൗൺ നിറമാവുന്നവരായിട്ടൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. ഇതുപോലെ വറുത്തെടുക്കണം. എന്നിട്ട് ഇതൊരു മിക്സർ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർക്കാം. ഇനി വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. തരിതരിപ്പായിട്ട് തന്നെ ചതച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ചതച്ചെടുക്കണം. ഒരു പാൻ ചൂടാക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി 5-6 അല്ലി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇതൊന്ന് കളറൊന്ന് മാറി വരട്ടെ. ഇനി വേണ്ടത് ചുവന്നുള്ളിയാണ്. 1 കപ്പ് കനം കുറച്ചരിഞ്ഞ ചുവന്നുള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി നല്ലതുപോലെ ഇനി വഴറ്റിയെടുക്കണം. ചുവന്നുള്ളി ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുതിർത്തെടുത്തിട്ടുള്ള കുടംപുളി ചേർക്കണം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി നല്ല മണം വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി എടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. 300 ഗ്രാം അളവിൽ ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ചെമ്മീനിൽ മസാലയെല്ലാം നന്നായിട്ട് പറ്റിപ്പിടിക്കുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കേണ്ടതാണ്. ചെമ്മീനിൽ നിന്നും വെള്ളം ഊറി വരുന്ന സമയം വരെ നമുക്കിത് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ പറ്റിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കണം. ഇവിടെ ചെമ്മീനിൽ നിന്നും വെള്ളമെല്ലാം ഊറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വീണ്ടും വേവിച്ചെടുക്കണം. ഒന്ന് മൂടി തുറന്ന് നോക്കാം. ചെമ്മീൻ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം. ചെമ്മീൻ ഇവിടെ നന്നായിട്ട് വെന്ത് വരണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് എത്രമാത്രം ഡ്രൈ ആക്കിയിട്ടെടുക്കണോ അത്രമാത്രം നിങ്ങൾക്ക് ഡ്രൈ ആക്കിയിട്ടെടുക്കാം. ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ലതുപോലെ പരുവത്തിന് തന്നെ ഡ്രൈ ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഉലർത്താണിത്. നാടൻ രീതിയിൽ തന്നെയാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും കഴിയും. ഇത് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരെ ബൈ ബൈ.